എൻ്റെ പേര് വിനീത്. ഈ ഒരു 23ാമത്തെ വയസ്സിലും PSCയും പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് ഒരു ജോലിയും കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു പ്രായത്തിൽ വീട്ടിൽ കയറിയിരിക്കുന്ന ആമ്പിള്ളേർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തും വീട്ടുകാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഓരോരോ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി. പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു എൻ്റേത്. അങ്ങനെ ഒരു സമയത്തായിരുന്നു പത്രത്തിൽ ഒരു പരസ്യം കണ്ടത്. മെയ്ഡ് കം ഡ്രൈവർ. എന്താണ് അതിന്റെ മീനിങ് എന്ന് ആദ്യം എനിക്ക് പിടിയിട്ടില്ല. മെയ്ഡും ഡ്രൈവറുമായിട്ടുള്ള ഒരാളെയാണ് അവരാവശ്യപ്പെടുന്നത്. അതായിരുന്നു ആ ഒരു പത്രത്തിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ. ഏജ് ബിലോ 30 ആണ്. പിന്നെ എനിക്കാണെങ്കിൽ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. പക്ഷേ നല്ല ഉഷാറായിട്ടില്ല, എങ്കിലും ഓക്കെയാണ്. പിന്നെ അവർ മെയ്ഡെന്ന് ഉദ്ദേശിക്കുന്നത് കുക്കിംഗ് കാര്യങ്ങളും മാത്രമാണെങ്കിൽ ചെറിയ ചെറിയ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ അറിയാം, അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. ഏതായാലും ഞാൻ ആ നമ്പറിൽ വിളിച്ച സമയത്ത് ഒരു സ്ത്രീയായിരുന്നു ഫോൺ എടുത്തത്. ഞാൻ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വിളിക്കുകയാണ് മാഡം. അവിടെ ജോബ് വേക്കൻസീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് തന്നെ അവിടുന്ന് റെസ്പോണ്ട് വന്നു. ഇവിടെ ഒരു ജോബ് വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട്, അത് തന്നെയാണ് നിങ്ങൾ വിളിച്ചത്. നിങ്ങൾ വിളിച്ച പോസ്റ്റ് മെയ്ഡ് കം പിന്നെ ഡ്രൈവറാണോ എന്ന് അവിടുന്ന് ചോദിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, അതെ, മെയ്ഡിന്റെ ആ ഒരു ഇതാണ്. പക്ഷെ ഞാൻ അത്ര എക്സ്പെർട്ടും കാര്യങ്ങളൊന്നുമല്ല. ആണോ, ഓക്കെ, തന്റെ ഏജ് എന്ന് പറയാമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ഏകദേശം 23 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. എന്താ തന്റെ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിരുന്നു, പിന്നെ സപ്ലി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ പെർമനന്റ് ആയിട്ടുള്ള ആളെയാണ് വേണ്ടത്. ഞാൻ എന്തെങ്കിലും തന്റെ കാര്യം സംസാരിച്ചു നോക്കാം. എന്തെങ്കിലും ബയോഡേറ്റസ് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അങ്ങനെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അയക്കാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിലെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചോളൂ, ഞാൻ തന്നെ കോണ്ടാക്ട് ചെയ്തോളാം. പെട്ടെന്ന് തന്നെ ഞാൻ ചോദിച്ചു, ഇതെന്താ സർവീസ് എന്തെങ്കിലും ആണോ? ഞങ്ങളൊരു കൺസൾട്ടൻസിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്കാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതായാലും ബയോഡേറ്റസും കാര്യങ്ങളും അയച്ചു നോക്ക്. ഞാൻ ഏതായാലും ഞങ്ങളുടെ ക്ലയന്റിനെ കാണിക്കാം. അതിനുശേഷം അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്റർവ്യൂവിന് അങ്ങോട്ട് പറഞ്ഞുവിടാം എന്നായിരുന്നു അവരുടെ മറുപടിയും കാര്യങ്ങളൊക്കെ. ഞാൻ ബയോഡാറ്റ അയച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, വിനീത്, നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷേ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകേണ്ടി വരും. നാളെ നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? ഏകദേശം ഒരു 9 മണി 10 മണി ആ ഒരു സമയത്ത്. ഞാൻ പറഞ്ഞു, ഓക്കെയാണ് മാഡം, കുഴപ്പമില്ല. ഓക്കെ, പോകുന്ന സമയത്ത് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, പിന്നെ ഫോമലാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷാർപ്പ് ടൈം തന്നെ ആയിരിക്കണം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്നായിരുന്നു അവരുടെ മറുപടി. കൃത്യം 8 മണിയായ സമയത്ത് തന്നെ ഞാൻ ഒരുങ്ങി റെഡിയായിട്ടിരുന്നു. അവരെ ലൊക്കേഷനും കാര്യങ്ങളും നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കമ്പനി പോലെ എനിക്ക് തോന്നി. പിന്നെ ഏതോ ഒരു ഫാമിലി നടത്തുന്ന കമ്പനിയാണെന്നും എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. ആ സമയത്ത് ഇറങ്ങുന്ന ടൈമിൽ തന്നെയായിരുന്നു എനിക്ക് വീണ്ടും കോൾ വന്നത്. അപ്പൊ തന്നെ ആ ഒരു കൺസൾട്ടൻസിയിൽ നിന്ന് തന്നെയായിരുന്നു. അവര് പറഞ്ഞു, വിനീത്, ഇപ്പം ഉടനെ പോകണ്ട, ഏകദേശം ഒരു 2 മണി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ക്ലയന്റ് ഇപ്പം വെയിറ്റിംഗ് അല്ല, കാരണം അവർക്കെന്തോ ഒരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്, എന്തോ തിരക്കമാണ്. അതുകൊണ്ട് ഏകദേശം ഞങ്ങളെ ടൈം ഇൻഫോം ചെയ്യാം, 2 മണിയാകുമ്പം നിങ്ങൾ റെഡി ആയിട്ടിരുന്നു. അങ്ങനെ ഒരു മടുപ്പ് പോലെ ആയതിനു ശേഷം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടു. ശേഷം 2 മണി കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ വീണ്ടും റെഡി ആയിട്ടിരിക്കുന്നത്. 2 മണി കഴിഞ്ഞ് ഏകദേശം 3 മണിയായി. ആ സമയത്ത് എനിക്ക് വീണ്ടും കോൾ ചെയ്യുന്നു. ആ ടൈമിൽ തന്നെ അവർ പറഞ്ഞു, 4-4:30 ആവുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂവിന് എത്തണം, അങ്ങോട്ട് ചെന്നാൽ മതി. ഞാൻ തന്ന ലൊക്കേഷൻ ഒരു വീട്ടിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം ത്രീസ എന്ന് പറയുന്നൊരു മാഡത്തിനെയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അതാരായിരിക്കും എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ശേഷം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബൈക്കിൽ അവിടേക്ക് പോയി. അതൊരു വലിയ വീടായിരുന്നു, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീട്, പാലസ് പോലൊക്കെ ഉണ്ട്. അവിടെ ത്രീസ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആരൊക്കെയാണോ, ഭർത്താവാണോ എനിക്കറിയില്ല, കുറെ പേരുടെ പേരും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ഉണ്ട്. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ചിലർ ഡോക്ടേഴ്സ്, ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു LLB, LM അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഒന്ന് നോക്കിയ ശേഷം ആ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്ത്രീകൾ വട്ടമിട്ടിരിപ്പുണ്ടായിരുന്നു.
അത് ഏകദേശം ഒരു 4 സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു 30-35 പ്രായം വരും. പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ 40 വയസ്സിന് മുകളിൽ തോന്നിക്കും. അത്രയും പ്രായമുള്ള കുറേ സ്ത്രീകളിരുന്ന് ചീട്ട് കളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവരുടെ ചീട്ടുകളിയാണെങ്കിൽ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഞാൻ ഒരു നിമിഷം ബൈക്കിൽ നിന്നിറങ്ങി അത് നോക്കിയതിനു ശേഷം അവരുടെ അടുത്തേക്ക് പതുങ്ങി പതുങ്ങി അങ്ങോട്ട് ചെന്നു. ചിലരാണെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ആ ഒരു സാരിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ കാലമേ കാലം കയറ്റിയിരിക്കുന്നു. ചില സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയിരിക്കുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് തറപ്പിച്ച് നോക്കി. ഞാൻ പരങ്ങി പരങ്ങിയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഒരു സിംഹക്കൂട്ടിലേക്ക് ഒരു ചെറിയ മാൻ നടന്നു പോകുന്ന കണക്കാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായ മനോഭാവവും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന സ്ത്രീ, ഏകദേശം ഒരു 40 വയസ്സ് തോന്നിക്കും, അവര് എന്നെ കണ്ട സമയത്ത് എന്തോ ഒന്ന് ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഹു ആർ യു, അങ്ങനെയൊക്കെ എന്തോ ഭാഷകളാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് ആദ്യം ഒന്ന് പരിഭ്രമിച്ചു നിന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ എഴുന്നേറ്റ് എന്റെ മുഖത്തേക്ക് നോക്കി വിനീതാണോ എന്നിങ്ങനെ ചോദിച്ചു. ആ സമയത്ത് എനിക്ക് ഒരു എന്തോ ഒന്ന് മനസ്സിൽ പൊട്ടിയതാണത്. പെട്ടെന്ന് എന്റെ പേര് വിളിച്ചതുകൊണ്ടായിരിക്കും ആ ടൈമിൽ തന്നെ എനിക്കൊരു സന്തോഷം തോന്നി. അതേന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഇന്റർവ്യൂവിന് വന്ന പയ്യനാ, ഏതായാലും വരൂ എന്ന് പറഞ്ഞു. ശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന ചീട്ട് ഒന്ന് മടക്കിയതിനു ശേഷം അവര് ആ ഒരു ടേബിളിലേക്ക് വെച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകളാണെങ്കിൽ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. വിനീത് എവിടെ വരെ പഠിച്ചു എന്നൊക്കെ ഓരോ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കമന്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് അവിടെ ഇരുന്ന സ്ത്രീകൾ തന്നെ അവരോട് പറഞ്ഞു, അതെ ചെക്കനായിട്ട് മൂപ്പിക്കണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ തമാശ പറയുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ ആ ഒരു ചിരിക്കൊത്ത് ഉല്ലസിച്ച് ചിരിച്ചുകൊണ്ട് നിന്നു. ആ ടൈമിൽ തന്നെ മറ്റൊരു സ്ത്രീ വന്നിട്ട് എന്നെ വിളിച്ചു, വാൻ വിനീത് വന്ന് കയറിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകത്തേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരായിരുന്നു ട്രീസ മാം എന്ന്. ഞാൻ ചോദിക്കുന്ന സമയത്ത് ആരാ ട്രീസ മാം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ തന്നെ അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അതെ ഞാനാണ് ട്രീസ, വന്നു ഞാൻ തന്നെ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവരെന്നെ വിളിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ അകത്തേക്ക് കയറിപ്പോയി. അവരെന്നെ കൊണ്ടുപോയത് ഏകദേശം ഒരു മീറ്റിംഗ് റൂം പോലുള്ള ഒരു കുഞ്ഞു റൂമിലേക്കായിരുന്നു. അതിലൊരു ഡെസ്കും പിന്നെ 4 കസേരയും കിടപ്പുണ്ട്. അവിടെയാണ് ഞാൻ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നത്. ഇരുന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ബയോഡേറ്റാസ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇല്ല. ഒരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ബയോഡേറ്റ കൊണ്ടുവരണമെന്ന് അറിയില്ലേ എന്ന് അവരൊരു കർക്കശം എന്ന പോലെ എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയം എനിക്ക് ഞാൻ എടുക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ ഓക്കെ, പിന്നെ ഏതുവരെ പഠിച്ചിട്ടുണ്ട്, എത്രയാണ് നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധതയായിട്ട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഏതായാലും താൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നല്ല സത്യസന്ധതയായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഒരു സിൻസിയർ ആയിട്ടുള്ള ആളിനെയാണ് വേണ്ടത്. പിന്നെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ തനിക്കറിയാലോ, ഒരു മെയ്ഡ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. പിന്നെ ഡ്രൈവിങ് അത് അറിഞ്ഞിരിക്കണം. കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ വീട്ടിൽ പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് വേണം ജോലിയും കാര്യങ്ങളൊക്കെ പോയിട്ട് വരാൻ. അത് കർശനമായിട്ടുള്ള നടപടിയാണ്. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റൂമും യൂണിഫോമും പിന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് പുറത്ത് പോകാനോ മറ്റൊരു കാര്യത്തിനോ നടക്കില്ല എന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അവരുടെ ആ പ്രൊഫഷണൽ ആയിട്ടുള്ള സംസാരവും ആ ഇംഗ്ലീഷും മംഗ്ലീഷും എല്ലാം ചേർന്നുള്ള ആ ഒരു ടോക്കൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഒരു കാശിന്റെ പ്രൗഢി അവരുടെ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ വെറും കൂറ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത്യാവശ്യം നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ പിരികം എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്, നെറ്റിയിൽ ഒരു സിന്ദൂരക്കുറിയുണ്ട്. ആ ഒരു പൊട്ടിന്റെ വലിപ്പമാണെങ്കിൽ അത്യാവശ്യം കൂടുതലാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫെമിനിറ്റി ലുക്കൊക്കെ തോന്നിക്കും. പക്ഷേ ആള് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുമെങ്കിലും കാണാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലുക്സും കാര്യങ്ങളുണ്ട്. ശരിക്കും മനുഷ്യരായി കഴിഞ്ഞാൽ ആ ഒരു കാശുള്ള വീട്ടിൽ തന്നെ ജനിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇങ്ങനെയുള്ള മനുഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കാരണം അവരുടെയാണ് ഈ ലോകം എന്നൊക്കെ ആരൊക്കെ വാഴ്ത്തിപ്പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നി, കാരണം കാശുണ്ടെങ്കിൽ ഇത്രയും ഗ്ലാമറൊക്കെ ആവുമെന്ന് എനിക്ക് ഈ ഒരു സമയത്താണ് മനസ്സിലായത്. ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിനെ അവരെന്നെ ഒന്ന് വിളിച്ചു, വിനീത് ഓക്കെ ആണോ, നിങ്ങൾക്ക് എല്ലാ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ച സമയത്തിനെ ഞാൻ പറഞ്ഞു, ഓക്കെ ആണ് മാഡം എന്നൊരു പതിഞ്ഞ സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേപ്പേഴ്സൊക്കെ ഒന്ന് സൈൻ ചെയ്യണം,
കാരണം ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കുറച്ച് നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ, വീട്ടിലൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നത് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, വിളിച്ച് പറയാൻ പറ്റുമോ ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് അവരോട് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ആ സമയത്ത് ഞാൻ നോക്കാം മാഡം, ഓക്കെ, ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അവർ വീണ്ടും എൻ്റെ അടുത്ത് അതേ ചോദ്യം തന്നെ ചോദിച്ചു. വിനീത് ഇന്നും വില്ലിങ് ആണോ കയറാനൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ വില്ലിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു പേപ്പേഴ്സ് വെച്ച് അവരൊന്ന് നീട്ടി. ആ സമയത്ത് അവരെ ആ ഒരു പേനയും കാര്യങ്ങളും എടുത്തിട്ട് അവരെ തന്നെയാണ് ഞാനിങ്ങനെ നോക്കിയത്. അവരൊരു ബ്ലൂ സാരിയാണ് ഉടുത്തിരുന്ന വേഷം, ബ്ലൂവും റെഡും കലർന്ന ഒരു സാരി. അതിലാണെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിലാണെങ്കിലും എന്തൊക്കെയോ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിസൈനാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഞാൻ പെട്ടെന്ന് അതാണ് നോക്കിയത്. ഈ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഇടുമോ എന്നൊക്കെ ഞാൻ തന്നെ ഒരു നിമിഷം ആലോചിച്ചു പോയി. ഞാനിട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തനി കോറിയായിട്ടിരിക്കുന്നു. കാരണം കുറെ കാലം ഇട്ടിട്ട് പഴകിയ ഒരു ഡ്രസ്സായിരുന്നു ഇന്ന് ഇന്റർവ്യൂവിന് ഞാൻ എടുത്തിട്ട് പോയത്. അതാണെങ്കിൽ ഒന്ന് തേച്ച് മടക്കിയെങ്കിലും ചുളിവ് നേരെയായിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇത്രയും ഈ ഒരു സമയത്ത് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന ട്രീസ മാം എന്ത് വിചാരിച്ചു കാണും എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒടുവിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റു. ആ സമയത്താണെങ്കിൽ അവര് പറഞ്ഞു, ദേ അവിടെയാണ് നിങ്ങളുടെ റൂം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഇന്ന് പോയിട്ട് ഇന്ന് തന്നെ വരാമല്ലോ, എല്ലാ കാര്യങ്ങൾക്കും റെഡിയായതിനു ശേഷം വന്നാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവരുടെ ചീട്ടുകളി നല്ല ഗംഭീരമായിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കൊല്ലുന്നത്. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു സ്ത്രീയെ വിളിച്ചു. വിനീതൊന്നും വന്നേ, ചോദിക്കട്ടെ, ഇവിടെ ചോദ്യം ചെയ്ത ആളല്ലേ, ഞങ്ങൾക്കൊരു കമ്പനിയൊക്കെ താ. അപ്പോൾ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഒരു പാർട്ടിയിലേക്ക്. നേരത്തെ ഇവിടെ സ്ത്രീയായിരുന്നു നിന്നത്. ഏതായാലും ഞങ്ങൾക്കൊരു കമ്പനിയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം എന്നൊരു സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവരെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30-40 വയസ്സിന് ഇടയിലൊക്കെ തോന്നിക്കും. അത്യാവശ്യം നല്ല പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ്. ശ്രീസാമാമിന്റെ പോലെ അല്ല എന്നായിരുന്നു എനിക്ക് തോന്നിയത്. ആ ടൈമിൽ ഞാൻ അവിടെ ചെന്നിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവരെന്നെ പിടിച്ചിരുത്തിയതാണ് ശരിക്കും. 4 പേരുടെ കൂട്ടത്തിലാണെങ്കിൽ ട്രീസ മാമിന്റെ ഇന്റർവ്യൂ ആദ്യം കഴിഞ്ഞിരുന്നു. പിന്നെ ബാക്കിയുള്ള 3 പേരാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. താന് എവിടൊക്കെയാണ് പഠിച്ചത് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പണക്കാരികളായ ഒരു സ്ത്രീകളുടെ ആ ഒരു തമാശയും കാര്യങ്ങളൊക്കെ അതിൽ അത്യാവശ്യം വാലിറ്റി ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയിരുന്നു. അവരുടെ തമാശകൾക്കൊപ്പം ഞാനും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എല്ലാവരും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിയായ സമയത്താണെന്നുണ്ടെങ്കിൽ ആ 3 സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അവരുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി റേഞ്ച് റോവറും ഫോർച്യൂണറും അങ്ങനെയുള്ള കോർണറൊക്കെ കയറി അവരങ്ങ് പോകുന്ന കണ്ട സമയത്ത് എനിക്ക് നല്ല അസൂയൊക്കെ തോന്നി. ട്രീസ മാം ആ ഒരു വാതിലിനരികിൽ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു ട്രീസ മാം എന്നെ നോക്കിയത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് ട്രീസ മാം എന്നെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം എന്നോട് പറഞ്ഞു, അതെ നമുക്ക് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ചെയ്യാതിരിക്കാൻ മറക്കരുത് കേട്ടോ. രാവിലെ എനിക്ക് ബോയിലായിട്ടുള്ള എന്തെങ്കിലും കുക്ക് ചെയ്ത് തന്നാൽ മതി. അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ട, ഞാൻ അത് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ ഏകദേശം ഒരു 11 മണിയാകുമ്പം ഒരു ജ്യൂസ്, പിന്നെ ഉച്ചയ്ക്കൊരു ലഞ്ചും കാര്യങ്ങളും അത് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി. പിന്നെ വൈകുന്നേരം ഇവരെന്തെങ്കിലും വരും, അപ്പം കുറച്ച് സ്നാക്സും കാര്യങ്ങളും റെഡിയാക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഡിഷസോ കാര്യങ്ങളോ മതി, അതെന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. പക്ഷേ എല്ലാ ദിവസവും രാത്രിയിൽ എനിക്ക് മുറിയിൽ വെള്ളം എത്തിച്ചേരണം. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവച്ചാൽ മതി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് ട്രീസ മാം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് ട്രീസ മാം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞാൻ എല്ലാം തലകുലുക്കി കേട്ടു. ഇന്നിപ്പോൾ രാത്രിയിലേക്ക് ട്രീസ മാം ഓൾറെഡി ഓർഡർ ചെയ്ത സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെക്കാനോ പിടിക്കാനോ ഒന്നും തോന്നിയില്ല. ആ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. കിച്ചണിലേക്ക് കയറിയപ്പോൾ വലിയൊരു കിച്ചൺ, ശരിക്കും എൻ്റെ വീട് തന്നെ ഇതിൻ്റെ പകുതി തന്നെയുള്ളൂ. അത്രയും വലിയൊരു കിച്ചണും കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും വലിയ സമ്പാദ്യം കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ ആലോചിച്ചു. എന്ത് ഭാഗ്യവതയായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ നോക്കി. എല്ലാം ഒന്ന് കഴുകി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ട്രീസ മാം അവിടേക്ക് വന്നത്.
ആ സമയത്ത് എല്ലാം കഴിഞ്ഞു വിനീത് എന്ന് മാത്രമായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. ആ ടൈമിൽ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മാഡം എന്ന് ചോദിച്ചുകൊണ്ട് മാഡം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മാഡം ഒറ്റയ്ക്കാണോ അവിടെ താമസിക്കുന്നത്, ഹസ്ബൻഡും കുട്ടികളൊക്കെ? അപ്പോൾ മാഡം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും അവരവരുടെ വഴിക്ക് പോയേക്കാണ്. അത് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കുറേ പേരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ നോക്കി. ആ ടൈമിൽ റീസ മാമും വേറൊരാളും കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ആയിരുന്നു. ആളെ കണ്ടു കഴിഞ്ഞാൽ റീസ മാമിന്റെ അച്ഛനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയതിനു ശേഷം പറഞ്ഞു, റീസ മാമിനെ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് കൊള്ളാൻ നല്ല രസമുണ്ട് കേട്ടോ, പക്ഷെ ഇതാരാണ് എന്ന് ചോദിച്ച സമയത്ത് പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. അതായിരുന്നു റീസ മാമിന്റെ ഹസ്ബൻഡ്. ഞാൻ പെട്ടെന്ന് ഒന്നും നടിച്ചു കാണിച്ചില്ല. ഞാനെല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ നോക്കി. ഒരു ഇരുണ്ട നിറയുള്ള ഒരു മനുഷ്യൻ, തലയാണെന്നുണ്ടെങ്കിൽ മൊട്ടത്തല, പിന്നെ വണ്ണം വെച്ചിട്ട് എന്തോ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ഇതായിരുന്നു റീസ മാമിന്റെ ഭർത്താവ് എന്ന് ഞാൻ ആലോചിച്ചു. റീസ മാമിനെ കണ്ടിട്ട് എൻ്റെ പൊന്നോ ആകെ അടിപൊളിയായിട്ടിരിക്കുന്നു. അത്യാവശ്യം ഒരു 35 വയസ്സ് തോന്നിക്കുന്ന റീസ മാമിന്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനെ ഒരു 45-50 വയസ്സ് എന്തൊക്കെയാലും തോന്നിക്കും. എന്താണിത് എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ചുമ്മാ അല്ല റീസ മാം ഇയാളെ കെട്ടിയത്, നല്ല ക്യാഷുള്ള ടീമായതുകൊണ്ടാണ്. ഈ ലോകം ഇന്ന് ഭരിക്കുന്നത് ക്യാഷാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയായിരുന്നു റീസ മാം. എനിക്ക് ആ ഒരു കാര്യങ്ങൾ ഒരു സംശയവുമില്ലായിരുന്നു. ഞാൻ ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണെന്നെങ്കിൽ റീസ മാം എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്താ വിനീത്, നിന്റെ മുഖത്തൊരു സംശയം പോലെയൊക്കെ, എൻ്റെ ഹസ്ബൻഡാണെന്ന് കണ്ടാൽ പറയില്ലല്ലേ എന്ന് എൻ്റെ അടുത്ത് റീസ മാം ചോദിക്കുന്ന സമയത്ത് എനിക്ക് സത്യസന്ധമായിട്ട് തന്നെ മറുപടി ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയില്ല മാം. കാരണം മാം ആയിട്ട് കുറച്ച് നല്ല ഡിഫറൻസ് കാണിക്കുന്നുണ്ട് ഏജിന്റെ കാര്യത്തിലും പിന്നെ ആ ലുക്സിന്റെ കാര്യത്തിലൊക്കെ. ആ, എൻ്റെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ല അടിപൊളിയൊക്കെയാണ്, ക്യാഷും കാര്യങ്ങളൊക്കെ. അങ്ങനെ കല്യാണം കഴിച്ചാണ്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ലുക്സ് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ടാണ് അവരെന്നെ കെട്ടിയതും. ഇങ്ങനെയൊക്കെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പൈസയ്ക്ക് പൈസ വേണ്ടേ എന്ന് ട്രീസ മാം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ശരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ആ ടൈമിൽ എനിക്ക് മുറിയിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, എത്ര നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളാണ് ട്രീസ മാം. ആ മുഖം തന്നെ കണ്ടില്ലേ, ഇങ്ങനെ മിനുക്കി വെച്ചേക്കാണ്. സാധാരണ സ്ത്രീകളെ കുറിച്ച് ആ ഒരു ബോധേടാവേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. അവരാണെങ്കിൽ ക്യാഷ് കൊണ്ട് അമ്മാനമാടുന്ന ആൾക്കാരാണ് എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറി. ഇനി ആകെയുള്ള ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ മാമിന് ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കണം എന്നത് മാത്രമായിരുന്നു. ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി റീസ മാം പറഞ്ഞ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കലക്കി അതിനുശേഷം ആ ഒരു ബോട്ടിലാക്കിയതിനു ശേഷം അവിടേക്ക് കൊണ്ടുപോവാണ്. ആ ടൈമിൽ റീസ മാം ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകദേശം 10:30 മണി കഴിഞ്ഞിരുന്നു. ഞാൻ അവിടെ ചെന്ന ശേഷം ആ ഒരു ഡോറ് കൊട്ടിയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ആദ്യം തുറന്ന് കയറിക്കോളൂ വിനീത് എന്നായിരുന്നു അകത്തുനിന്നുള്ള മറുപടി. ആ സമയം പിന്നെ ഒന്നും നോക്കണ്ടല്ലോ, ഞാൻ തുറന്ന് അകത്തേക്ക് കയറി. പെട്ടെന്ന് റീസ മാം തന്നെയാണോ ആ ഇരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വൈകുന്നേരം പട്ടുസാരിയിൽ കണ്ട റീസ മാം ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയോടെ എന്നെ വരവേൽക്കുമ്പോൾ റീസ മാം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള മോഡേൺ ഡ്രസ്സും കാര്യങ്ങളും ആ ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നെ കണ്ടതും ഒരു പുഞ്ചിരിയോടെയാണ് വരവേറ്റത്. കയറി വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഞാൻ ആ ഒരു ചൂടുവെള്ളം തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ഫ്ലാസ്കിലേക്ക് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. അവിടെ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ അന്ന് ശരിയാക്കി വെക്കുകയും ചെയ്തു. ശേഷം റീസ മാം പറഞ്ഞു, എടോ നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ തനിക്ക് ഒരു കമ്പനിയൊക്കെ തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റീസ മാം ഒരു പുഞ്ചിരിയോടെ വിളിച്ചു. ആ ടൈമിലാണെങ്കിൽ നേരത്തെ കണ്ട ആളെ ആയിരുന്നില്ല. ആ ഒരു സമയത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സംസാരമാണെങ്കിലും ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ടൈമിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ഞാൻ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് അതിനകത്തോട്ട് വെച്ചു. ആ സമയത്താണെങ്കിൽ റീസ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ചില സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷേ നമുക്ക് ചില ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റില്ലാതെ പോകും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവത്തില്ല. അതൊക്കെയാണ് നമ്മുടെ ലൈഫ് എന്ന് റീസ മാം പറഞ്ഞു.
എനിക്ക് ട്രീസ മാമിൻ്റെ ആശയം ഒരുപാട് മനസ്സിൽ കൊണ്ടു. അത് മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നി. കാരണം ട്രീസ മാമിൻ്റെ അവസ്ഥ, കാര്യങ്ങൾ അതേപോലെ തന്നെയാണ്. ചിലപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ആ ഒരു സമയത്ത് നടക്കത്തില്ല. അങ്ങനെ ഒരാളായിരുന്നു ട്രീസ മാം. ഏതായാലും ട്രീസ മാമിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിച്ചു. കുറച്ച് സമയം ട്രീസ മാമിൻ്റെ അടുത്തിരുന്നു. കുറച്ച് ശേഷം എന്തൊക്കെയോ സംസാരിച്ചു. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും മാഡത്തിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ നാട്ടുവിശേഷങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് ട്രീസ മാമിനാണെന്നുണ്ടെങ്കിൽ ആ മുഖം ഒന്ന് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു മുഖത്ത് അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തോ കുറേ നാളായിട്ട് ഒന്നും സംസാരിക്കാതെ കിടന്ന് ഒരാളെ കിട്ടിയതിൻ്റെ ഒരു വെപ്രാളമായിരുന്നു ട്രീസ മാമിൻ്റെ മുഖത്ത്. ഞാനെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ മാം, നല്ല ഉറക്കക്ഷീണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ട്രീസ മാമിൻ്റെയും എൻ്റെയും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ആ ഒരു വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ. പിന്നെ ഇനിയൊരു പുതിയ സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും കൂടുന്നതായിരിക്കും.